Hi all, welcome back. So the South Indian Derby match നടക്കാൻ പോവാണ് ഈ വ്യാഴാഴ്ച. ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ FC അവരുടെ ഹോമിൽ പോയി നേരിടാൻ പോവാണ്. അപ്പം അതിന്റെ മുന്നേ ആയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാന്ന് പറയുമ്പം ഇപ്പം സത്യം പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഒന്നുമല്ല, നമ്മളെ ടീമിന്റെ പെർഫോമൻസ് വിലയിരുത്തുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പം നല്ല ടാസ്ക് പരിപാടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചില മാച്ചസ് ജയിക്കും, ചില മാച്ചസ് 2 റെഡ് കാർഡ് കിട്ടിയ മാച്ച് വരെ നമ്മൾ ജയിച്ചു, 1 റെഡ് കാർഡ് കിട്ടിയ മാച്ച് നമ്മൾ കംബാക്ക് ചെയ്തു. എന്നാൽ റെഡ് കാർഡൊന്നും കിട്ടാതെ എല്ലാ പ്ലേയേഴ്സും ഓൾമോസ്റ്റ് അവൈലബിൾ ആയ മാച്ച് നമ്മൾ കഴിഞ്ഞ കളി ഈസ്റ്റ് ബംഗാളിനോട് തോറ്റു. ഈസ്റ്റ് ബംഗാൾ നമ്മളെക്കാൾ പോയിന്റ് ടേബിളിൽ താഴെയുള്ള ടീമാണ്. 4 കളി അടുപ്പിച്ച് തോൽവിയിലൂടെ കടന്നു വന്നൊരു ടീമാണ്. പക്ഷേ ആ ഈസ്റ്റ് ബംഗാളിനെ നമുക്ക് തോൽപ്പിക്കാനായില്ല. പകരം നമ്മൾ 2 റെഡ് കാർഡ് കിട്ടിയ മാച്ച് നമ്മൾ ജയിച്ചു. സോ സത്യം പറഞ്ഞ ഈ ഒരു ബ്ലാസ്റ്റേഴ്സിനെ എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം സാധാരണ നമ്മളൊരു ടീമിനെ വിലയിരുത്തുമ്പോൾ ആ ടീമിന്റെ പെർഫോമൻസ് കുറച്ച് മുന്നത്തെ മാച്ചസിന്റെ പെർഫോമൻസ് നോക്കിയാണ് വിലയിരുത്തുക. ഇതിപ്പം എങ്ങനെ ബ്ലാസ്റ്റേഴ്സിനെ വിലയിരുത്തണം എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ടീമിന്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല. കഴിഞ്ഞൊരു മാച്ച് ഈസ്റ്റ് ബംഗാൾ ഞാൻ പറഞ്ഞ പോലെ നമ്മളെക്കാൾ മോശം ഫോമിലുള്ള ഒരു ടീമാണ്, പോയിന്റ് ടേബിളും താഴെയാണ്, എന്നിട്ട് പോലും അവരോട് ജയിക്കാനായില്ല. എന്നാൽ അവരെക്കാൾ സ്ട്രോങ് ആയ നോർത്ത് ഈസ്റ്റിനെ നമ്മൾ ഡ്രോയിൽ പിടിച്ചു. അതിന്റെ മുന്നത്തെ 2 മാച്ച് നമ്മൾ ജയിച്ചു. സോ ഇങ്ങോട്ടായി പോക്കുന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അപ്പം ഈ ഒരു സൗത്ത് ഇന്ത്യൻ ഡെർബി വരുമ്പം ചെന്നൈയുടെ കാര്യവും ഏറെ വ്യത്യസ്തമൊന്നും അല്ല. ചെന്നൈ കഴിഞ്ഞ 6 മാച്ചുകളായിട്ട്, ഈസ്റ്റ് ബംഗാൾ 4 മാച്ചാണെങ്കിൽ ചെന്നൈ 6 മാച്ചുകളായി ഒരു കളി ജയിച്ചിട്ട് ഒരു 3 പോയിന്റ് ടേബിളിലേക്ക് ആഡ് ആക്കിയിട്ട് 6 മത്സരങ്ങളായി. സോ ആ ഒരു ചെന്നൈയാണ് ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടാൻ വേണ്ടി ഇറങ്ങാൻ പോകുന്നത്, അതും അവരുടെ ഹോമിൽ വെച്ച്. അപ്പം ഈസ്റ്റ് ബംഗാളിനെ പോലെ തന്നെ അവരും ബ്ലാസ്റ്റേഴ്സിനോട് ജയിച്ച് ആ ഒരു 3 പോയിന്റ് ടേബിളിലേക്ക് ആഡാക്കാനുള്ള ശ്രമത്തിൽ തന്നെ ആയിരിക്കും. ഏതായാലും നമ്മൾ പോയിന്റ് ടേബിൾ 8ാം സ്ഥാനത്തും അവർ 10ാം സ്ഥാനത്തുമാണ്. അപ്പം എന്തുകൊണ്ടും ഒരു പ്ലേ ഓഫ് സാധ്യത കൂടുതലുള്ളത് ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ്. സോ ഈ ഒരു 3 പോയിന്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ടതാണ്. കാരണം പ്ലേ ഓഫിലേക്കുള്ള അകലം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ചെന്നൈ ഏതായാലും നമ്മളെക്കാൾ 2 സ്ഥാനം പിറകിലാണല്ലോ. സോ ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു 3 പോയിന്റ് കിട്ടിയാൽ നൈസായിട്ടൊന്ന് പ്ലേ ഓഫിലേക്കുള്ള ദൂരം കുറയ്ക്കാൻ പറ്റും. അപ്പം നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ പ്ലേയേഴ്സും അവൈലബിൾ ആണ്. പുതിയ സൈനിങ് ആയ ലെഗറ്റോർ അവൈലബിൾ ആണ്, ജീസസ് വന്നിട്ടുണ്ട്, വിപിൻ ഓൾറെഡി ഉണ്ട്. അപ്പം എല്ലാം കൊണ്ടും പോസിറ്റീവ് ആണ്. ലെഗറ്റോറിനൊരു സസ്പെൻഷനൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പം നിലവിൽ ഒരു ട്രാൻസ്ഫറിലെ കുറച്ച് കാര്യങ്ങൾ കാരണം. അപ്പം അതിലിപ്പോൾ നോർത്ത് ഈസ്റ്റ് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് അവരുമായിട്ടുള്ള മാച്ചിൽ ലെഗറ്റോറിനെ ഇറക്കിയതിന്റെ പേരിൽ. സോ അതെന്താണെന്ന് നമുക്ക് കണ്ടറിയാം. എനിവേ നമ്മൾ ബാക്കി എല്ലാ സൈഡ് നോക്കുമ്പോൾ പോസിറ്റീവ് ആണ്. കഴിഞ്ഞൊരു മാച്ച് തോറ്റതൊഴിച്ചാൽ ടീമിലെ സ്ക്വാഡ് വൈസ് എല്ലാ പ്ലേയേഴ്സും അവൈലബിൾ ആണ്. സോ ഒരു ഗുഡ് തിങ് ആണ്. ബ്ലാസ്റ്റേഴ്സിന്റെ ടോപ്പ് സ്കോറേഴ്സിൽ ഇപ്പോഴും ജീസസ് തന്നെയാണ്. 10 ഗോളുകളുമായിട്ട്. കുറച്ച് മാച്ചസ് ജീസസ് ഇല്ലായിരുന്നു, എന്നിട്ടും സ്റ്റിൽ 10 ഗോളുകളുമായി ജീസസ് ആണ് മുന്നിൽ. ചെന്നൈയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ചെന്നൈയുടെ ജോർദാനാണ് മുന്നിൽ 8 ഗോളുകളുമായിട്ട്. മിഡ് ടേബിൾ ടീംസിന്റെ ഒരു വാശിയേറിയ പോരാട്ടമായിരിക്കും. കാരണം വലിയ ഒരു ആവേശം നിറഞ്ഞൊരു മാച്ചൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷേ സ്റ്റിൽ 2 ടീമിനും ഈ ഒരു 3 പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ഫൈറ്റ് ഉണ്ടാവും തന്നെ വിചാരിക്കാം. ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു മാച്ച് ജയിച്ചിട്ട് അടുത്തൊരു ഹോമിലേക്ക് വരുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. കാരണം അടുത്ത ഹോം മാച്ച് ബ്ലാസ്റ്റേഴ്സ് നേരിടാൻ പോകുന്നത് മോഹൻ ബഗാനെയാണ്. 15-ാം തീയതി ഫെബ്രുവരി 15-നാണ് മാച്ച്. സോ അത് മോഹൻ ബഗാൻ അറിയാലോ, ഇപ്പം ലീഗ് ടോപ്പിൽ നിൽക്കുന്ന ടീമാണ്. എന്തുകൊണ്ടും ബെസ്റ്റ് ടീം തന്നെ പറയാം. ISL ഇപ്പോഴത്തെ ബെസ്റ്റ് ടീമാണ്. സോ നമുക്കത് ആ ഒരു മാച്ചിനുള്ള ഒരു എനർജി ഈ ഒരു മാച്ചിൽ ജയിച്ച് ആ ഒരു രീതിയിലെങ്കിലും നേടിയെടുക്കാൻ കഴിയണം. കാരണം ഒരു ടഫ് ഗെയിം ആയിരിക്കും അത്, ഹോം മാച്ച് ആണെങ്കിൽ പോലും. സോ ആ ഒരു രീതിയിൽ നോക്കുമ്പം നമുക്ക് ഈ ഒരു മാച്ച് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഏതായാലും നോക്കാം ചെന്നൈയുടെ അവയിൽ ഈ ഒരു സൗത്ത് ഇന്ത്യൻ ഡെർബിക്ക് ഇറങ്ങുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാനാവുമോ ഇല്ലയോ എന്നുള്ളത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സ്കോർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. സ്റ്റിൽ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ടീം നമുക്കുണ്ട്. ബെഞ്ച് സ്ട്രെങ്ത് മാത്രമാണ് ഒരു പോരായ്മയായിട്ട് വരാനുള്ളത്. പ്ലേയേഴ്സിന് പകരം ഇറക്കാൻ നമുക്ക് ആവശ്യത്തിലുള്ള പ്ലേയേഴ്സ് ഇല്ല. അത് മാത്രമാണ് ഒരു പോരായ്മയായിട്ടുള്ളത്. ബാക്കി ഫസ്റ്റ് 11 നോക്കുമ്പോൾ മോശമല്ലാത്തൊരു 11 തന്നെയാണ്. പിന്നീട് കളിയുടെ സെക്കൻഡ് ഹാഫിൽ അവസാനങ്ങളിലൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ഒരു ആവശ്യത്തിനുള്ള പ്ലേയേഴ്സ് ഇല്ല എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പോരായ്മ, പ്രത്യേകിച്ച് ഇന്ത്യൻ പ്ലേയേഴ്സിൽ. സോ ഏതായാലും ചെന്നൈ എന്താ പറയുക, നമ്മളെപ്പോലെ തന്നെ ഈ സീസണിൽ പതറിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമാണ്. അപ്പം അവർക്കെതിരെയെങ്കിലും നമുക്ക് വിജയിച്ച് 3 പോയിന്റ് നേടാനാവട്ടെ. കാരണം എവേ പോയിന്റ് എപ്പോഴും വാല്യൂബിൾ ആണ്. ആ 3 എവേ പോയിന്റ് കൊണ്ട് ചെന്നൈയിൽ നിന്ന് തിരിച്ചു വരാനാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. സോ അത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പ്രീ മാച്ച് ടോക്കിൽ പറയാനുള്ളത്. ഏതായാലും നമുക്ക് കണ്ടറിയാം ഈ ഒരു കളിയുടെ ഗതി എങ്ങനെയായിരിക്കും, എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളത്. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. എവരിവൺ ടേക്ക് കെയർ. ബൈ ബൈ.